ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സിയിൽ ഒന്നുകൂടെ ഇട്ട് അടിക്കുന്നു. ചെറുതായിട്ട് എടുക്കാം. ഡ്രൈ ഗ്രൈൻഡറിൽ അടിച്ചെടുക്കാം. ബദാം വെള്ളത്തിൽ തിളപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തൊലി പൊളിച്ചെടുക്കാം. തിളച്ചു. 2 മിനിറ്റ് മൂടി വെച്ച് തീ കെടുത്തില്ല. തിളച്ച് കഴിഞ്ഞിട്ട് മൂടി വെച്ചു. ക്യാരറ്റ് ഒന്നുകൂടി മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്ത് കുറച്ചുകൂടെ സോഫ്റ്റാക്കി കുറച്ച് വെള്ളമുണ്ട്. ഇതിനെ വേവിച്ചെടുക്കുന്നു. ബദാം തിളപ്പിച്ചു. ഈ തൊലി പൂർത്തിയാക്കുക. വെച്ച ബദാമിന് ചെറുതായിട്ട് മുറിക്കുന്നു. അതുപോലെ കശുവണ്ടിയും മുറിച്ചു നെയ്യിൽ ഇതൊന്ന് വറുത്തെടുക്കുന്നു. കുറച്ച് നെയ്യിൽ ഈ നട്ട്സ് വറുത്തെടുക്കുന്നു. നട്ട്സ് ഫ്രൈഡ് ഇത് കോഴി പാത്രത്തിലേക്ക് മാറ്റിവെക്കുന്നു. കോഴി മാറ്റിയിട്ട് ക്യാരറ്റ് ഇട്ട് വേവിക്കും. ക്യാരറ്റ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കും. കുറച്ച് ഉപ്പും കൂടെ ചേർക്കും. ഒരു നുള്ളി ഉപ്പ്. ഒരു ടേസ്റ്റിന് വേണ്ടി ഉപ്പ് ചേർക്കും. ഉപ്പ് ചേർത്ത് ഏലക്ക പൊടിച്ചത് കഴിക്കുന്നു. അതിലേക്ക് നമ്മൾ 1-2 ഉള്ളി പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നു. പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് വരും. ക്യാരറ്റിന് വെള്ളം കുറച്ച് വറ്റിയപ്പോൾ അതിലേക്ക് ഈ സ്പൂൺ 3 സ്പൂൺ പഞ്ചസാര ഇടണം. അതിന് കുറച്ച് ഇനി 2-3 ഉള്ളി പൈനാപ്പിൾ എസൻസ് കുറച്ച് മിൽക്ക് പൗഡറും മൈദയും കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നു. മിൽക്ക് പൗഡർ, പാൽപ്പൊടിയും മൈദയും, മിൽക്ക് പൗഡർ മൈദ മിക്സ്. ഈ മിക്സ് ക്യാരറ്റിലേക്ക് ചേർക്കണം. മൈദയും പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൽ ചേർക്കും. ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇളക്കും. മിൽക്ക് പൗഡർ മൈദ ഇട്ടു ഇളക്കി ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് ഇളക്കിയെടുക്കുന്നു. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു ഇതിളക്കി യോജിപ്പിക്കുന്നു. നെയ്യ് ചേർത്തിളക്കി ഇതിലേക്ക് നട്ട്സ് ചേർക്കുന്നു. വറുത്തിട്ട് നട്ട്സ് ഇട്ടിട്ട് ഇളക്കുന്നു. അല്പം പാത്രത്തിൽ നിന്ന് വിട്ട് ഉരുണ്ടുകൂടി പോകുന്നു. ഇത് തീ എടുത്തിട്ട് നെയ്യ് പറ്റിയ ഈ പാത്രത്തിലേക്ക് പകർത്തുന്നു. ക്യാരറ്റ് ഹൽവ നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ലെവലാക്കുന്നു.